നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിക്കവാറും ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഓരോ ഏജിനനുസരിച്ച്, ഇപ്പോൾ ടീനേജിലാണെങ്കിൽ ഒരു സിറം ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അത് ഏതാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രായമായി ഇപ്പോൾ 20s നമുക്ക് ഏത് സിറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ് 40 വയസ്സ് കഴിഞ്ഞ്, അങ്ങനെ ഓരോ പ്രായത്തിനനുസരിച്ചും ഏതെങ്കിലും ഇങ്ങനെ കുറേ സിറംസ് രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് രാത്രിയിൽ എന്ന് പറയാതെ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാനാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ടീനേജിലാണ് ഒരു സ്കിൻ കെയർ ഒക്കെ തുടങ്ങണം എന്നൊരാഗ്രഹം തോന്നുന്നത്. ഒരു 10-12 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ചെറിയ ചെറിയ കുരുക്കളും അതുപോലെ തന്നെ ഇങ്ങനെ ബംസ് പോലെ പൊങ്ങി പൊങ്ങി വരിക, നല്ല ഓയിലി ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ തന്നെ പല കുട്ടികൾക്കും ഓപ്പൺ പോഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നയാസിനമൈഡ് പോലത്തുള്ള കണ്ടൻസാണ്. അപ്പോൾ നല്ല കുരുവൊക്കെ ഉള്ളെങ്കിൽ സാലിസിലിക് ആസിഡിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഫേസ് വാഷ് ആയാലും അതുപോലെ തന്നെ മറ്റ് സീറംസ് ഒക്കെ കോമ്പിനേഷനിൽ ഉപയോഗിക്കാൻ പറയുമെങ്കിലും നയാസിനമൈഡാണ് നമുക്കൊരു ടീനേജിൽ ആ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. അതൊന്ന് ഈ കുരുവിനെ ചെറിയ രീതിയിലൊന്ന് കൺട്രോൾ ചെയ്യും. മാത്രമല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പൺ പോഴ്സിനെയും അതുപോലുള്ള കാര്യങ്ങളിനകത്തൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്ക്, ബാക്കിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ക്ലോഗിങ് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും ഈ ഒരു ഏജിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നയാസിനമൈഡ് നമുക്ക് ഉപയോഗിക്കാം. അതൊരു 2% ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹയർ പെർസെൻറ്റേജസിനൊക്കെ നമ്മൾ പോകാതിരിക്കുക. ഒരുപാട് എന്താ പറയുക, കോൺസെൻട്രേഷൻ കൂടുമ്പം സ്കിൻ ഇറിറ്റേഷൻ കൂടാനുള്ള സാധ്യതയാണ് വരുന്നത്. അതിൻ്റെ എഫിക്കസിയിൽ വലിയ മാറ്റമൊന്നും നമുക്ക് ഒരുപാട് വരില്ല, തിരിച്ച് വേണമെങ്കിൽ വരാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെറിയ കോൺസെൻട്രേഷൻ ട്രൈ ചെയ്ത് പിന്നെ മുകളിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു രീതി ഒന്ന് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സാലിസിലിക് ആസിഡും അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന. പക്ഷേ സാലിസിലിക് ആസിഡ് ഞാൻ എപ്പോഴും റെക്കമെൻഡേഷൻ പറയാറുള്ളത്, നിങ്ങൾക്ക് മുഖക്കുരു ഉള്ള ഭാഗത്ത് മാത്രം ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഫേസ് ഫുള്ള് കുരു വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അണീവൻ ആണെന്നുണ്ടെങ്കിൽ ടീനേജിൽ നമുക്ക് എല്ലായിടും ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു ഏരിയ, രണ്ട് മൂക്കിൻ്റെ സൈഡ് അതുപോലെ ചുണ്ടിൻ്റെ സൈഡ്, ഇതിന് അടിവശം അവിടെയൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. കാരണം നല്ല ഡ്രൈ ആക്കും ഒന്നാമത് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. ആൻറ്റി ബാക്ടീരിയൽ ആണ് ഓഫ് കോഴ്സ്. പക്ഷേ നയാസിനമൈഡാണ് കുറച്ചും കൂടെ എന്താ പറയുക, ഇതിനെ എല്ലാത്തിനെയും കൂടെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടൻറ് എന്ന് പറയുന്നത്. അതൊന്ന്. ഇനി രണ്ടാമത്തെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു 20കളിൽ, അതായത് 30 ആയില്ല, പക്ഷേ ലേറ്റ് 20s ആയാലും ഏർലി 20s ആയാലും ഒക്കെ നമ്മൾ പറയുന്നൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡാണ്. അപ്പോൾ ഈ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറൽ സോഴ്സിൽ നിന്ന് എടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഗ്ലൈക്കോളിക് ആസിഡ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പിഗ്മെൻറ്റേഷൻ, ടാൻ ഒക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടേൺ ഓവർ കൂട്ടാനും ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്ക് നല്ല ഈ 20കൾ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ജോലിയൊക്കെ കിട്ടിത്തുടങ്ങി, നമ്മൾ പുറത്തൊക്കെ പോയി അങ്ങനെ വെയിലൊക്കെ കൊണ്ട് കുറച്ച് കരുവാളിപ്പും കാര്യങ്ങളും വരും. ചിലർക്കാണെങ്കിൽ സ്കിന്നൊക്കെ നണീവനാവും, അതായത് പല സ്ഥലത്ത് പല കളറിലിരിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. ഈ ഒരു സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഗ്ലൈക്കോളിക് ആസിഡും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ സിയും ഈ പറഞ്ഞതുപോലെ സ്കിന്നിൻ്റെ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ ഈവൻ ആക്കാനും നമ്മളെ സഹായിക്കും. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. ആഴ്ചയിൽ ഒരു 2 ദിവസം നമുക്ക് ഉപയോഗിക്കാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വൈറ്റമിൻ സി ഉപയോഗിക്കാം. വൈറ്റമിൻ സി ഒരു 10% ആ ഒരു കോൺസെൻട്രേഷനാണ്. 5 to 10% വലിയ ഇറിറ്റേഷൻ ഉണ്ടാക്കില്ല. പക്ഷേ ചിലർക്ക് 10ന് മുകളിലേക്കും 15ന് മുകളിലേക്കും ഒക്കെ നല്ല ഇറിറ്റേഷനും ഡ്രൈനെസ്സും അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ സിറംസ് ഉപയോഗിച്ച് വിത്തിൻ 1 വീക്കിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്കിത് സ്യൂട്ട് ആവുന്നുണ്ടോ. വിത്തിൻ 1 വീക്ക് 1.5 വീക്സിൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു മിനിമം ഒരു 10 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ ആ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം, വൈറ്റമിൻ സി ഉപയോഗിച്ചിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്നത് മാക്സിമം കുറയ്ക്കുക. ചിലർ ഇതുപോലത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നന്നായി സൺ എക്സ്പോസ് ചെയ്യും. സൺസ്ക്രീൻ ഇട്ടു എന്ന് പറഞ്ഞിട്ട് തന്നെ നന്നായിട്ട് വെയിൽ കൊള്ളും. അപ്പോൾ എന്ത് പറ്റും, നമുക്കിതിൻ്റെ ഗുണം കിട്ടാതെ പോകും. അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ സി യൂണിവേഴ്സിറ്റി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പക്ഷേ ഗ്ലൈക്കോളിക് ആസിഡ് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. സീറംസ് നമുക്ക് ഉപയോഗിക്കാം. 2 in a week ആണ് കുറച്ചും കൂടെ അഡ്വൈസബിൾ ആയിട്ടുള്ളത്. സൺസ്ക്രീൻ കൃത്യമായി ഉപയോഗിക്കുക, വെയിൽ മാക്സിമം കൊള്ളാതിരിക്കുക. ഇത് നമുക്ക് ചെയ്യാം. ഇനി 30സിലേക്ക് വരുമ്പോൾ, അത് ഏർലി 30s to late 30s, 30കളുടെ തുടക്കം മുതൽ അവസാനം വരെ, 40കളുടെ തുടക്കം വരെ എന്ന് പറയുമ്പോൾ റെറ്റിനോൾ ഓഫ് കോഴ്സ് ഒരു കീ ഇൻഗ്രീഡിയൻ്റ് ആണ്. റെറ്റിനോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നൊരു സമയമാണ് ഈ ഒരു 30കൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സ്കിന്നിൻ്റെ ടേൺ ഓവർ കൂട്ടുക,
അതുപോലെ കുറച്ചും കൂടെ ഒന്ന് റിജുവനേഷൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ നമുക്കൊരു ആവശ്യമായി തോന്നും. അപ്പോൾ റെറ്റിനോൾ ഒരു സിറം അല്ലെങ്കിൽ ഒരു ക്രീം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് രാത്രിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ഏരിയ, മൂക്കിൻ്റെ സൈഡ്, അങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ആദ്യം നമ്മൾ എന്തെങ്കിലും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം തീർച്ചയായിട്ടും റെറ്റിനോളിലേക്ക് പോകാൻ. അതുപോലെ ഒരുപാടിട്ട് റബ്ബ് ചെയ്യാനും പാടില്ല, ഒരുപാട് തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ പോർഷൻ എടുത്താൽ നമുക്ക് മതിയാവും. പിന്നെ ആഴ്ചയിൽ 2 ദിവസം എന്നുള്ള രീതിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. പിന്നീടാണ് നമ്മൾ നമ്പർ ഓഫ് ടൈംസ് കൂട്ടി കൊണ്ടുവരിക. എന്ന് വെച്ചാൽ ചിലർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും, ചിലർക്ക് നല്ല ഒരു ഓൾമോസ്റ്റ് ഒരു 40-50% ആൾക്കാർക്കും എല്ലാ ദിവസവും ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 0.1% ആണ് റെറ്റിനോൾ ആദ്യം തുടങ്ങാനായിട്ട് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. കാരണം പലർക്കും പല ടൈപ്പാണ്. അപ്പോൾ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചും സെൻസിറ്റിവിറ്റി അനുസരിച്ചും നമുക്കൊരു പ്രത്യേകിച്ച് ഒരു കോൺസെൻട്രേഷൻ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 0.1% എന്ന് പറയുമ്പോൾ വളരെ സേഫാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതും ഈ പറഞ്ഞ മാതിരി മോയ്സ്ചറൈസ് ചെയ്തിട്ട് വിടാം, അല്ലെങ്കിൽ സാൻഡ്വിച്ച് മെത്തേഡിലിടാം. അതായത് മോയ്സ്ചറൈസർ ദെൻ റെറ്റിനോൾ അഗെയിൻ മോയ്സ്ചറൈസർ, അങ്ങനെ ഒരു സാൻഡ്വിച്ച് മെത്തേഡിൽ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് എല്ലാവരും പറയും ഒരു സിറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ റിസൾട്ട് കാണുന്നില്ല, എനിക്ക് ആ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നു, എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്ന് പറയാറുണ്ട്. പലപ്പോഴും ഈ സിറംസിൻ്റെ ശരിക്കുള്ള റിസൾട്ട് നമ്മൾ കാണണമെങ്കിൽ മിനിമം 2 മാസം എടുക്കും. നമ്മൾ പറയുന്നത് 4 to 8 weeks അല്ലെ 6 to 8 വീക്സാണ് പറയുന്നത്. ഈവൻ റെറ്റിനോൾ അതിനെക്കാട്ടിലും കൂടുതലാണ് പറയുന്നത്, 12 വീക്സാണ് പറയുന്നത്. അതൊരു 3 മാസമെങ്കിലും നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഉപയോഗിച്ച് പോയാലേ നമുക്ക് കൃത്യമായ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 50-60 ആ ഒരു പ്രായത്തിലൊക്കെ നമുക്ക് എന്തുപയോഗിക്കാം എന്നുള്ളത് പലപ്പോഴും ചോദിക്കാറുണ്ട്. റെറ്റിനോൾ ഓഫ് കോഴ്സ് നല്ലൊരു ചോയ്സാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് പിഗ്മെൻറ്റേഷനും കൂടി വരുന്നൊരു സമയമാണ്. അപ്പോൾ എപ്പോഴും ഒരു കോമ്പിനേഷനാണ് പറയുന്നത്. ഇപ്പോൾ റെറ്റിനോളിൻ്റെ കൂടെ വേറെ ഒന്നും കമ്പൈൻ ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. റെറ്റിനോൾ ഉപയോഗിക്കാത്ത ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വൈറ്റമിൻ സി നമുക്കൊരു കോമ്പിനേഷൻ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഹൈലൂറോണിക് ആസിഡ് നമ്മളൊരു മോയ്സ്ചറൈസറായിട്ടോ സീറമായിട്ടോ, അതിപ്പോൾ 25 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഹൈലൂറോണിക് ആസിഡ് തുടങ്ങുക എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക സീറമായിട്ട് നമ്മൾ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ്, പിന്നെ അസലൈക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അത് നമുക്ക് ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. ഇപ്പോൾ ആർബ്യൂട്ടിൻ, വൈറ്റമിൻ സി, അസലൈക് ആസിഡ്, ഇങ്ങനെ കുറച്ചൊരു കോമ്പിനേഷൻ കിട്ടും. അതിൽ കുരു വരുന്ന ആൾക്കാരുണ്ട് ചിലർ, അവർക്ക് നാസിനമൈഡിൻ്റെ കോമ്പിനേഷനും നല്ലതാണ്. ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ സീറം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കാം. റെറ്റിനോൾ എപ്പോഴും നമ്മൾ റെറ്റിനോളായിട്ട് മാത്രം ഉപയോഗിക്കാനാണ് കൂടുതലും പറയാറുള്ളത്. കാരണം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം. പക്ഷേ ഓൾറെഡി ഒരു കോമ്പിനേഷൻ ഓഫ് സിറംസ് ഇതുപോലെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഏജ് ആവുന്ന സമയത്ത്, കുറച്ചും കൂടെ പ്രായമാവുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള കംപ്ലയിൻസിനെയും ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഇതിനെക്കാട്ടിലൊക്കെ പ്രധാനം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വെള്ളം കുടിക്കുക, ഡയറ്റ് കറക്റ്റ് ആക്കുക, ഉറക്കം കറക്റ്റ് ചെയ്യുക, ടെൻഷൻ കുറയ്ക്കുക, ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഹോർമോൺ ഇംബാലൻസസ് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വെച്ചാൽ വെയിറ്റ് കൂടുകയും അതുപോലെ പീരീഡ്സ് റെഗുലർ ആവാതെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും ഈ പിഗ്മെൻസും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഈവൻ ടോണും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, ഒരു സിറം പെട്ടെന്ന് പറയുമെന്ന്. അപ്പോൾ സ്കിന്ന് കാണാതെ നമുക്ക് പെട്ടെന്ന് സിറംസ് ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഏജ് വൈസ് നമുക്ക് ഈ രീതിയിലുള്ള സിറംസ് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഏജ് ആവും തോറും സിറമൈഡ്സും പെപ്റ്റൈഡ്സും കൂടെ ഒക്കെ കമ്പൈൻ ചെയ്ത് കോമ്പിനേഷനുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും അതും കുറച്ചും കൂടെ സ്കിന്നിനെ നല്ല എന്താ പറയുക സോഫ്റ്റ് ആൻഡ് റേഡിയൻ്റ് ആക്കി വയ്ക്കും. സ്കിൻ നന്നാവും, നല്ല വെളുക്കുക എന്നുള്ളതൊന്നുമല്ല, സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്.